എൻ്റെ ഒരു ജോലി ഉണ്ടടാ, അത് നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ നേരം പറഞ്ഞു ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്ത് കാണത്തില്ലെന്ന് പറഞ്ഞു. ഇയാളുടെ കൂടെ ജോലി ചെയ്യുന്നതാണ് ബെന്യാമിൻ. ബെന്യാമിൻ സാർ എന്ന് പറഞ്ഞാൽ പ്രവാസിയുടെ ഒരു കഥ എഴുതാൻ ഇങ്ങനെ കാത്തു നടക്കുക. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നൊരു വ്യക്തിയാണ്. അതിജീവിക്കണം എന്നുള്ള ഒരു ഉള്ളിലുള്ള ഒരു തീ ഉണ്ടല്ലോ, അത് എങ്ങനെയായിരുന്നു? കാരണം എനിക്ക് പിന്നെ വീടും ഒന്നും ഇല്ലായിരുന്നു. വീടും ഇല്ല, വസ്തുവൊന്നുമില്ല. അന്ന് 5 സെന്റ് സ്ഥലമുള്ളത് വിറ്റാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അങ്ങനെ പോയി ദൈവം നമുക്ക് ഇങ്ങനെ ഒരു വിധി തന്നു. അത് നമ്മളത് സഹിച്ച് ഇത്ര കുറച്ച് നാളോടെ നിന്ന് 2 കൊല്ലം ചെയ്യാനും നിന്ന് പിന്നെ രക്ഷപ്പെട്ട് ഇവിടെ നാട്ടിൽ വന്ന് പിന്നെ ഉണ്ടാകുന്നതാണ് നമ്മൾ ഇതുപോലെ എൻ്റെ ഭാര്യയുടെ ആങ്ങളെ ഒരു വിസ ബഹ്റൈനിലേക്ക് തന്നു. അങ്ങനെ അതിനുശേഷം വീണ്ടും പ്രവാസിയായി തുടർന്ന് പിന്നെ ജീവിതം വീണ്ടും പടുത്തുയർത്തി പിന്നെ ഇവിടെ വന്ന് അവിടുന്ന് വന്നിട്ട് 5 വർഷം ഇവിടെ നിന്ന് 5 വർഷം അതിനകത്ത് പിന്നെ ഒരു കുട്ടിയും കൂടെ ആയി, ഒരു പെൺകുട്ടിയായി. അപ്പോൾ പിന്നെ ഇതിനെല്ലാം പിന്നെ ഞാൻ തന്നെ ഇതെല്ലാം കഷ്ടപ്പെട്ട് തന്നെ ഞാൻ തന്നെ ഇതിനെല്ലാം ചെയ്യണ്ടല്ലേ. പിന്നെ മോളും വളർന്നു വരുന്നുണ്ട്, മോളെ കല്യാണം കഴിക്കണം. അങ്ങനെയൊക്കെ തോന്നിയ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഞാൻ പിന്നെ രണ്ടാമത് ബഹ്റൈനിലേക്ക് പോകുന്നത്. എന്ത് ജോലിയായിരുന്നു ചെയ്തിരുന്ന സമയത്ത്? ഞാൻ ബഹ്റൈനിൽ ചെന്ന് ഇറങ്ങി പിന്നെ 2-3 ദിവസം എൻ്റെ അളിയൻ്റെ കൂടെ ഒക്കെ അവിടെ നിന്നിട്ട്, അളിയന് ചെറിയൊരു സ്റ്റുഡിയോ ആണ്. അപ്പോൾ ഈ സ്റ്റുഡിയോയിൽ സുല്ലെന്ന് പറയുന്ന ഒരു അളിയൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. പുള്ളി സ്റ്റുഡിയോയിൽ വന്നിരിക്കും. ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നതാണ്, എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല, ജോലി ഉണ്ടെങ്കിൽ ശരിയാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ സുല്ലേട്ടൻ പറഞ്ഞു ഇതുപോലെ പിന്നെ എൻ്റെ ഒരു ജോലി ഉണ്ടടാ, അത് നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഈ ജോലി. അപ്പോൾ ഞാൻ നേരം പറഞ്ഞു ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്ത് കാണത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു എന്ത് ജോലി എവിടാന്ന് ചോദിച്ചു. അന്നേരം ഞാൻ ഇതുപോലെ കഥകൾ പറയാൻ തുടങ്ങി. അപ്പോൾ അയാൾ ഇത് കേട്ടപ്പോൾ അയാളുടെ എൻ്റെ മനസ്സങ്ങ് ഇതായെന്ന്. അപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ നിനക്ക് ഞാൻ ജോലി ശരിയാക്കി തരാം. എന്നിട്ട് ഇയാളുടെ കൂടെ ജോലി ചെയ്യുന്നതാണ് ബെന്യാമിൻ. അങ്ങനെയാണ് ഈ കഥ വരുന്നത്. പുള്ളിയുടെ കൂടെ ജോലി ചെയ്യുന്ന US നേവിക്കകത്ത ജോലി ചെയ്യുന്ന അവിടുത്തെ ബഹ്റൈൻ. US നേവിയിൽ അവർ രണ്ടുപേരും ജോലി ചെയ്യുന്നു. അപ്പോൾ ബെന്യാമിൻ സാർ എന്ന് പറഞ്ഞാൽ പ്രവാസിയുടെ ഒരു കഥ എഴുതാൻ ഇങ്ങനെ കാത്തു നടക്കുക. ഇതേപോലെ ഇയാളുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ അയാൾക്ക് സന്തോഷമായി, ഇതുപോലെ ആളിനെ കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞാൻ ജോലിക്ക് അവിടെ ചെന്ന് കയറി. ഇയാൾ പിന്നെ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പിന്നെ എല്ലാ ദിവസവും എൻ്റെ കൂടെ ഇങ്ങനെ നടന്നാണ് ഈ കഥകൾ എഴുതുന്നത്. ഒരു ദിവസം വെച്ചിട്ട് എഴുതും, പിന്നെ പോകും. ഞാൻ ഇങ്ങനെ വണ്ടിയും തള്ളിക്കൊണ്ട് ഇങ്ങനെ ആക്രി പറക്കി നടക്കുവാണ് അവിടെ. ഇതാണ് പുള്ളി പറഞ്ഞ ഏറ്റവും വലിയ കഷ്ടപ്പെട്ട ജോലിയാന്ന് പറഞ്ഞു. എനിക്കത് ആ പണിയെന്ന് കണ്ടപ്പോൾ തന്നെ അങ്ങ് ഇതായിപ്പോയി, സന്തോഷമായിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയേട്ടൻ പറഞ്ഞ് ഞാൻ ചെയ്യത്തില്ല ആ പണിയെന്ന്. അപ്പോൾ ഞാൻ ചെയ്ത കണക്കിന് എനിക്ക് സ്വർഗമാണ് ആ പണി. ഈ ആക്രി പറക്കുന്നതാണെങ്കിലും കച്ചായ എന്നൊക്കെ പറക്കണ്ട, എന്നാലും എനിക്ക് ഒരു താല്പര്യമുള്ള പണിയാണ്. കാരണം എല്ലാ ആൾക്കാരെ കണ്ടും കേട്ടും സുഖമായിട്ട് ഇങ്ങനെ നടക്കുക. ആരും ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. എൻ്റെ സ്വാതന്ത്ര്യത്തിനാണ് ഞാൻ പണി ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഒരു നല്ലൊരു ഇത് കിട്ടിയാൽ ചെന്ന്. അങ്ങനെയാണ് ഈ കഥ വരുന്നതും. അങ്ങനെ കഥ ഇങ്ങനെ എഴുതി പുള്ളി കുറച്ച് നാൾ എൻ്റെ പുറകെ ഇങ്ങനെ നടന്നു. അങ്ങനെ ഈ കഥ എഴുതി. ഈ കഥ ആദ്യമായിട്ട് പ്രകാശനം ചെയ്തപ്പോൾ ആ പുസ്തകം പറഞ്ഞാൽ എനിക്കത് തന്നു. കൊച്ചിയിലത്തെ ഷോയ്ക്ക് അവിടെ പരിപാടി വെച്ചിട്ട് ബുക്ക് പ്രകാശനം ചെയ്തു. അതിലെ ഫസ്റ്റ് ബുക്ക് എനിക്കത് തന്നു. നജീബ് ഖയുടെ ഇപ്പോഴത്തെ കറന്റ് ലൈഫ് എങ്ങനെയാണ്? ജീവിതം എങ്ങനെയാണ്? വീട്, കുടുംബം? കിട്ടുന്ന ചെറിയ പടിഞ്ഞാറത്തെ പണിക്ക് പോയിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ എൻ്റെ ഭാര്യ, എൻ്റെ മോളും എല്ലാവരോടും ഞങ്ങൾ സന്തോഷത്തോടെ കഴിയുകയാണ്. ഇത് ഇനി മരണം വരെ ഇങ്ങനെ തന്നെ കഴിയാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാനന്ന് അവിടെ അനുഭവിച്ച കാര്യം, ബ്രസീൽ പൃഥ്വിരാജിലൂടെ ജനങ്ങൾ മൊത്തം ഇതിപ്പോൾ കാണാൻ പോവുകയാണ്. അതെ, അതിനകത്തൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ആ രംഗങ്ങളൊക്കെ വരുമ്പോൾ നല്ല ഭീതി, മനസ്സിനകത്ത് ആ വിഷമവും കരയാനും തോന്നുന്നുണ്ട്. കരയും അന്നേരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.